സഹോദരങ്ങളെ, വിശുദ്ധ ഹജ്ജ് മാസത്തെ നാം സ്വാഗതം ചെയ്യുകയാണ്. മാസപ്പിറവി പ്രഖ്യാപനം ഖാദിമാർ നടത്തി കഴിഞ്ഞു. കേരളത്തിൽ ജൂൺ 7-നാണ് വലിയ പെരുന്നാൾ. ത്യാഗോജ്വലമായ ജീവിതം കൊണ്ട് മാനവരാശിക്ക് മാതൃക കാണിച്ച ഹസ്രത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെയും ദിവ്യ സ്മരണകൾ ഉണർത്തുന്ന വിശുദ്ധ മാസമാണിത്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങി എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന പവിത്രമായ ഒരു മാസമാണ് ദുൽഹജ്ജ്. ഇനിയുള്ള 10 ദിനരാത്രങ്ങൾ നമുക്ക് ഏറെ ശ്രേഷ്ഠമേറിയതാണ്. ഈ അനുഗ്രഹീത മാസത്തിൽ 1 മുതൽ 10 വരെ രാത്രികളിൽ സൂറത്ത് ഫജർ ഓതൽ പുണ്യമുള്ളതാണ്. അതിനു പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ർ ധാരാളമായി ഉരുവിടുക. അതുകൊണ്ട് തീർന്നില്ല. അതിനു പുറമെ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഉൾപ്പെടുന്ന ഒരു ദിക്റുണ്ട്. അതാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഏറെ പവിത്രമായ ഈ ദിക്റുകൾ കൊണ്ട് നാം നമ്മുടെ നാവിനെ നനക്കുക. ഈ 2 ദിക്റുകളും ഏറെ പോരിശയാക്കപ്പെട്ടതും ഏറെ പവിത്രമേറിയതും വളരെ അധികം പ്രതിഫലം ലഭിക്കുന്നതുമാണ്. മൂന്നാമതായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. ധാരാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് എന്നാണ് രേഖകളിൽ കാണുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഈ ദിക്റുകളും തഹ്ലീലുകളും അതുപോലെ തന്നെ സൂറത്ത് ഫജ്റൊക്കെ ഓതി കഴിഞ്ഞാൽ പവിത്രമായ ഹജ്ജ് മാസത്തിന്റെ പുണ്യം നമുക്ക് കിട്ടുന്നത് ഏത് വിധത്തിലാണെന്ന് അറിയാമോ? 1, നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണം, നമ്മുടെ സമ്പത്തിൽ വർധനവ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, നമ്മുടെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു, ഖബറിൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, നാളെ തുലാസിൽ നന്മകൾ അധികരിക്കും, നരകശിക്ഷ ഒഴിവായി കിട്ടും, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നമുക്ക് ലഭിക്കും. ഇതിനും പുറമെ പുണ്യമായ ഈ പവിത്ര മാസത്തിൽ 1 മുതൽ 9 വരെ നോമ്പ് നോക്കൽ മഹത്വമേറിയ സുന്നത്താണ്. ഇമാമിങ്ങളും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും നോമ്പിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആജിമാർ ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യങ്ങൾ കൊയ്ത് പാപക്കറകൾ നീക്കി പുതിയ മനുഷ്യരായി തിരിച്ചു വരുമ്പോൾ അതിന് കഴിയാതെ പോയ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഇത്തരം ദിക്റുകളും നോമ്പുകളും ഖുർആൻ പാരായണവും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാഥന്റെ അനുഗ്രഹം വാരിക്കൂട്ടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും റയ്യാൻ ചാനലിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ.